Hey guys, Super Gamer Notice-ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് ഗ്രാനി 2ന്റെ ബോട്ട് എസ്കേപ്പിന്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. ബോട്ടിലിട്ടാണ് നമുക്കത് വീഡിയോ എടുക്കാം. എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കിയിട്ട് ഗൈസ് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1K ആണ്. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കേസ്. ലൈക്ക് ബട്ടൺ കൊണ്ട് തീർക്കാണ്, പൊളിച്ചോ. നമ്മുടെ ചാനൽ വന്നാൽ ലൈക്കൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ എണീച്ചിട്ടുണ്ട്. അവിടെ ഒന്നുമില്ല. ആദ്യം നമ്മുടെ മറ്റേ ട്രിക്ക് തന്നെ ചെയ്തേക്കാം. ഒരെണ്ണം കൂടി വിളിച്ചിരുന്നു കാണോ? ആക്ച്വലി കാണാൻ പറ്റണ്ട, പക്ഷേ അത് ഗ്ലിച്ചുള്ളതുകൊണ്ട് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഫസ്റ്റ് തന്നെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കള്ളവൻ ഇനി പോണം ഗൈസ്. ഓക്കെ അപ്പോൾ അവൻ പോയിട്ടുണ്ട്. അപ്പോൾ അവനും പോയിട്ടുണ്ട്. എല്ലാവരും പോയെന്ന് എന്ത് കഷ്ടമാണ് ഫസ്റ്റ് തന്നെ. ഓക്കെ സെറ്റ്. എടാ തള്ളെന്താണ് അങ്ങോട്ട് പോണേ? തള്ളേ എന്താ തള്ളേ കാണിക്കണേ നിങ്ങള്? അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ അത് തള്ള ബോട്ട് എസ്കേപ്പിൻ്റെ സ്ഥലത്തേക്ക് പോണു. അപ്പാപ്പൻ്റെ ഭ്രാന്ത് കയറിയ ഈ തള്ളച്ചിക്ക് പോവാണ്. തള്ള ഒച്ചിനാക്കിട്ടേ വേഗം പൊളിച്ചിരിക്കുക. ഇപ്രാവശ്യം എൻ്റെ അവിടെ അമ്മാമ്മയായിരിക്കും വയസ്സ് കറണ്ടായോ. അപ്പം അവനും പോയിട്ടുണ്ട്. അമ്മ പോയാ? അവൻ പോയി. നമുക്ക് നേരെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ സംഭവം എടുക്കാമല്ലോ. ടക്ക് ടേപ്പ്. ഓ ഗ്രാനി വിളിക്കണം, കള്ളക്കളവൻ. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. പാഡ്ലോക്കി മേ ബി നമുക്ക് ആവശ്യം വരും ഗൈസ്. അമ്മേ സൗണ്ട് കിട്ടും. എടാ സൺഗൺ അമ്മയെ തടക്കല്ലേ മച്ചാനും ഉണ്ട. ഇപ്പം തന്നെ ഞാൻ അമ്മാമ്മ കാണിച്ചു കൊടുക്കാം. അമ്മാമേ എന്തൊക്കെയുണ്ട് അമ്മാമ്മ വിശേഷം? അമ്മാമേ പണിയില്ലല്ലോ. ഒച്ച ഉണ്ടാക്കി മാടി വിളിക്കണം തോന്നിച്ചു എനിക്ക്. അമ്മാമേ വേഗം വാ. ഇവിടെ ഡോർ ലോക്ക് ഉണ്ട്. അമ്മാമേ സാധനം അമ്മാമേ സാധനം കള്ളവൻ ഇങ്ങോട്ട് വന്നായിരുന്നു. ഐ ഡോണ്ട് നോ. അപ്പം അവൻ ചെവിയൊക്കെ തൊണ്ട് സീനാണ് തിരി. ഇവിടെ അപ്പാപ്പൻ ചെയ്യടാ. കിളവനെ ആവശ്യമുള്ള സമയത്ത് കാണൂല കേട്ടോ. ഇതാണ് കുഴപ്പം. കിളവി മാഞ്ഞു ഇവിടെ നിന്ന്. അതിനിടെ സെക്യൂരിറ്റിക്ക് അപ്പം വന്നിട്ട് വേണം. അപ്പം അവൻ അലക്കാൻ ക്രോബാറിട്ടാടാ. മച്ചാനെ ICU പോയി കിടന്നു നീ. ഏയ് മച്ചാനെ സെക്യൂരിറ്റിക്ക് കിടവ അങ്ങനെ കിടക്കാൻ വിചാരിച്ച കിടവ നിങ്ങൾ കള്ളവാഴേ. ഇവിടെ എന്താ ഡോർ ഹാൻഡിലായിരിക്കും ഗൈസ്. ആൻഡ് ദിസ് ഈസ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാം. പാഡിലോക്കി എനിക്ക് തോന്നുന്നു മേ ബി നമുക്ക് ആവശ്യം വരും അല്ലേ? അതെ നമുക്ക് ആവശ്യം വന്നാലും എനിക്കൊന്നും എന്തായാലും ആവശ്യം വരും ഗൈസ് ബോട്ട് എസ്കേപ്പിന്. അത് ആക്ച്വലി അല്ലേ ഇത് ആവശ്യം. അതെ വരും. അയ്യോ നമ്മുടെ സാധനം കൊടുക്കുക. സെറ്റ്
ഇതിങ്ങനെ കളയാൻ പറ്റൂ ഗൈസ്. അവിടെ ഗെയിം പ്ലെയർ കണ്ടപ്പോൾ എനിക്കൊരു കിട്ടിയ ഗ്ലിച്ചാണ് ഗൈസ് ഇത്. ആക്ച്വലി ഇതിങ്ങനെ കളയാൻ പറ്റും, അത് ആക്ച്വലി പോസിബിളാണ് ഗൈസ്. പക്ഷെ ഇത് പോണില്ല ഗൈസ്, അതാണ് കുഴപ്പം. ഇതുണ്ട് ഗൈസ്. പോടാ അവിടെ പോടാ. ആ പോയി 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 പോയി. ക്രോബാറുണ്ട് ഇവിടുന്ന് തുറക്കാൻ നമുക്ക്. കട്ടിംഗ് പ്ലെയർ കിട്ടിയിട്ട് നമുക്ക്. മാമ എന്നെ പിടിക്കരുത് മാമേ, ഞാൻ വെറും ഒരു പാവമാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ കട്ടിംഗ് പ്ലെയർ കിട്ടി. ആക്ച്വലി കട്ടിംഗ് പ്ലെയർ നമുക്ക് ആവശ്യം വരുന്ന ഇവിടെ ഞാൻ പറയട്ടെ മേളിലാണ് ഗൈസ്. അമ്മീ അപ്പാപ്പൻ അപ്പാപ്പൻ അല്ല സോറി അപ്പാപ്പൻ അമ്മാമ അമ്മാമ എനിക്കുണ്ട് ഗൈസ്. അമ്മാമനെ ട്യൂഷനുമ്പ് അപ്പാപ്പൻ. ഓക്കെ 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 ഇപ്പം തന്നെ അപ്പാപ്പൻ വരും ഗൈസ്. കാരണം അമ്മാമനെ പൂശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിക്ക് തള്ള ഇതെന്ത് കാണിക്കണതല്ല. അമ്മാവനെ പൂശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാപ്പന് ഉറപ്പായിട്ടും സൂപ്പർമാനെ പോലെ വരും, അത് ഉറപ്പാണ്. കിളവൻ്റെ വേസ്റ്റ് എടുക്കുന്നു കേട്ടോ. കാരണം ഈ കിളവനെ വേസ്റ്റ് എടുക്കേണ്ട ഒരു പരിപാടി നടക്കില്ല. കാരണം ഈ കിളവനെ വിളിച്ചാൽ കളാൻ വരില്ല, അതാണ് കുഴപ്പം. കിളവനെ കാണാനില്ല. കിളവനെ എവിടെ പോയി കിടക്കാം? കിളവൻ ആക്ച്വലി സ്പൂണായാലും എനിക്ക് ഡൗട്ട്. എല്ലായിടം സ്പൂണായിട്ടുണ്ട്. 2 മിനിറ്റൊക്കെ കഴിഞ്ഞില്ലേ? ദൊടി വരണോ ചിലപ്പോൾ വാഴ. ദൊടി വന്നില്ല. പുറകീന്ന് അടിക്കരുത്. പക്ഷേ ഈ വാഴ അതുകൊണ്ട് ഞാൻ അടിച്ചു. അതുകൊണ്ടാ നന്ദിയുണ്ട് വച്ചാൽ. എടാ ഞാൻ ഫീസ് എടുക്കാൻ പോകണ്ട. കാരണം ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കൂല. എന്താ അറിയോ, അവിടെ ഇത് തുറന്നുള്ള ചമ്മി എന്ത് കഷ്ടമുണ്ടോ കൂടാ, എന്ത് കഷ്ടമുള്ളത് അത്, എന്തൊരു കഷ്ടപ്പെടാ. ഞാൻ വേസ്റ്റ് എടുക്കാൻ പോയിസ്. കാരണം ഈ അപ്പാവനെ വിളിച്ച അപ്പാവൻ വരില്ല. വാഴ ഈ എവിടെ പോയി കിടക്കാൻ. ഓക്കെ, ഞാൻ എന്തായാലും വേസ്റ്റ് എടുത്തിട്ടുണ്ട്. സാരം താഴേക്ക് ഇതൊന്നും തുറന്നു നോക്കിയിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അതൊന്ന് തുറക്കട്ടെ. ഓക്കെ ഗൈസ്, ഓക്കെ ഞാൻ ആക്ച്വലി എന്ത് ചെയ്യും കഴിച്ചാണ് അല്ലേ? വാട്ടർ സ്കിൻ ആക്ച്വലി ഗ്യാസിലും വേണം, പിന്നെ നമ്മുടെ സ്വന്തം ബോട്ടിൽ വേണം, കുറേ ഐറ്റംസ് വേണം കഴിച്ചാൽ ഉറപ്പാണ്. ബോട്ട് എസ്കേപ്പ് അല്ലേ സാരം കൊണ്ട് ഇവിടെ ഇട്ടേക്ക്. എന്താ അറിയോ, ഇനി തള്ളച്ചിനെ പൂശി നമുക്ക് മേടിച്ചിട്ട് അടുക്കാനുണ്ട്. ഓക്കെ പുതിയ തള്ള വേസ്റ്റ് എടുക്കുകയും വേസ്റ്റ് എടുത്ത് നമ്മൾ ഇവിടെ എന്തായാലും അവിടെ ഈ മറ്റേത് വരും, അപ്പാപ്പനും വരും സാധ്യത. അതുകൊണ്ട് സീനില്ല. അപ്പം വന്നില്ല. ഒന്ന് ഇവിടെ ചെന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ടേ നമുക്ക് ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം. ഇനിയെങ്കിലും അപ്പാപ്പ വന്നിട്ട് മോശം ഉണ്ടാ. ബട്ട് അപ്പാപ്പ വന്നില്ല, അതാണ് കുഴപ്പം. അപ്പാപ്പ വരാണ്ട് ഞാൻ സമ്മതിക്കില്ല, ഉറപ്പാണ്. അപ്പാപ്പനെ ആക്ച്വലി സ്പോണായി ഉണ്ടാവും. ഗ്രാൻഡ് പേയുടെ പൈസ. ഓക്കെ
ഗൈസ്. ഇനി അപ്പ വന്നിട്ടുണ്ടാവുക. ഇനി അപ്പൻ വന്നിട്ടുണ്ടാവും. വന്നല്ലേ 2 മിനിറ്റത്തേക്ക് തള്ള വടിയുണ്ട്. മാറിക്കല്ലേ തീർന്നെ. അയ്യോ കളവൻ്റെ സാധനത്തിൽ ഞാൻ കൊടുക്കണ്ടേ. കളവൻ്റെ ബെല്ലൈക്കൺ അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. ഒന്നും നോക്കില്ല കള്ള കളവാ. മേലിലേക്ക് ഇരട്ടി ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചിറങ്ങ്. എടാ ഈ ഉടുക്കത്തെ ആനിമേഷൻ എനിക്ക് ഇഷ്ടമല്ലടാ. ഈ ആനിമേഷൻ എൻ്റെ അമ്മൂമ്മനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു വരി എനിക്ക് ഇഷ്ടമാണ്. ഈ ആനിമേഷൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഈ ഗ്രാനിയിൽ ഈ ഉള്ള ഒരു വളിച്ച സാധനമാണ് ഈ ആനിമേഷൻ. എന്തൊരു അലമ്പാണ് നോക്കടാ. ഇവിടെ എന്താ ആൻറ്റി വീലല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യാനാ ഒട്ട സാധനം എടുത്തത്. വെപ്പണിക്ക് എടുക്കും. വെപ്പണിക്ക് എടുത്തിട്ടേ പൊട്ടൻ വെപ്പണിക്ക് എടുക്കണ്ട. എങ്ങോട്ട് പോവാ? ഇപ്പം എടുത്തേക്കണം മണ്ടൻ. ഞാൻ നിൽക്കാണ്ട് തന്നെ. ഓ അതെങ്ങനെയാടാ? അതെനിക്കിഷ്ടമായിട്ട് മറ്റേ ആ വെറുപ്പിക്കലുണ്ടായിരുന്നില്ല ആനിമേഷൻ. നമ്മൾ ആ സംഭവത്തിൻ്റെ കൂടെ തന്നെ താഴെ വീണുകൊണ്ടായിരിക്കും. വെപ്പണിക്ക് എടുക്ക്. ഐറ്റ് കൊടുത്തോടാ മച്ചാനെ. നമ്മുടെ ഐറ്റം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മേലിലേക്ക് വേണം ഗൈസ്. ഓക്കെ ഷോർട്ട് ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പകുതി ഐറ്റംസ് എല്ലാമേ സെറ്റാണ് ഗൈസ്. അതാണ് നമ്മുടെ ഇതിൻ്റെ പവർ ഷോർട്ട് ഗണ്ണിൻ്റെ. മനസ്സിലായാ? ഓൾറൈറ്റ് ഞാൻ ആ സംഭവം നമ്മൾ തുറന്നായിരുന്നു. ചെയിൻ കട്ടറിന് എനിക്ക് വായിലാണ് ഗൈസ്. ഓക്കെ ഓ ഇവിടെ ബുള്ളറ്റ് കിട്ടാം. എന്താടാ ഇതിനുള്ളിൽ? എടേ ഗ്രാനേഡാ. ഏത് വാഴയിടത്? ഇവിടെ തന്നെ ഹോസ്പിറ്റാച്ചോ വാഴയില്ലടാ. കള്ള വാഴ മനുഷ്യനെ വെറുക്കാനായിട്ട്. ഈ വാഴ എങ്ങനെയാണ് ഇവിടെ വന്ന് പട്ടി മനുഷ്യനെ വരുമ്പോൾ ഞാൻ അത് താഴെ വീണു. ബോട്ടിൻ്റെ സ്റ്റീറിംഗ് അല്ലടാ അത് ആക്ച്വലി. എടാ നമുക്ക് കട്ടിയുമ്പോഴേ താഴെ കിട്ടിയ എങ്ങാനും നമുക്ക് യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി നല്ലതായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് സമ്മതിക്കില്ല. താഴേക്ക് വരിക. ഈ പൊട്ട സാധനം താഴേക്ക്. എനിക്കൊരു ഗ്രനേഡ് എനിക്ക് ത്രോ ചെയ്താൽ മതി എന്നാണ് തോന്നുന്നത്. എടാ 2 മിനിറ്റ് 30 സെക്കൻഡ് കൂടി അത് കൊള്ളാട്ടാ. അമ്മയെ സംഭവം കൊടുക്കടാ. ആമോ എടുക്കും വച്ചാനെ. അപ്പാപ്പന് ഇവിടെ വെച്ച് നമുക്ക് പൂശാൻ പറ്റുന്നത് എന്തായാലും വളരെ ബെല്ലൊരു കാര്യമാണ്. ഓൾറൈറ്റ്. എടാ ഇനി എന്താണ് ചെയ്യണ്ടേ? ക്രോബാർ എടുത്ത് നമ്മൾ അവിടെ ചെന്ന് തുറന്ന് നോക്കില്ല ആക്ച്വലി. ക്രോബാർ എടുത്ത് അച്ഛനെ ക്രോബാറുടെ സമയം കളയാനില്ല. ക്രോബാർ കം ഹിയർ. എടാ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു മറ്റേ സ്പാർക്ക് പ്ലഗാണ് കിട്ടണേന്ന്. സ്പാർക്ക് പ്ലഗ് എടുത്തിട്ടേ പരിപാടി ഉണ്ട്. ബോട്ടിൻ്റെ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണ്ട. എടാ ഇതിൻ്റെ യൂസ് ചെയ്യണ്ടേ? ക്രോബാറിൻ്റെ യൂസ് ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ട്. സാധനത്തോടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഓൾറൈറ്റ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഗ്യാസിലും വേറെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ വേണ്ടി വരും ഗൈസ്. അത് ഉറപ്പാ. ഫോട്ടോസ്കേപ്പ് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത്തിരി പഴയ ഇത്തിരി സ്മോൾ. ഇവിടുന്ന് റെഞ്ചം എടുത്തേക്കാം. ഇപ്പം ചെന്ന് മുറുക്കണ്ടേ കാരണം എന്താ അറിയോ? എടാ ഗ്യാസിലൊക്കെ എന്ത് ചെയ്യടാ? ഗ്യാസിൽ ആക്ച്വലി നമുക്ക് വേണമല്ലോ. എന്നിട്ട് ഞാൻ നിന്നിട്ട് ആലോചിക്കട്ടെ ടേസ്റ്റ്.
ഇത് ചെയ്യും നമ്മളിനി അല്ലേ? അപ്പം എടാ എനിക്കൊരു ഐഡിയ കിച്ചോളടാ. ശേ എൻ്റെ കൂടാ അല്ലേ? എനിക്കൊന്ന് കക്കൂസിൽ ബോട്ട് ചെയ്യേണ്ടത്. കക്കൂസിൽ ബോട്ട് ചെയ്യേണ്ടത് എനിക്ക് തോന്നണം, എനിക്കറിയില്ല. ബട്ട് ചിലപ്പോൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ചിലപ്പോൾ ഉണ്ടാവും ഗൈസ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, സംഭവം മൂർക്കണം. ആൻഡ് ഗ്യാസിലും എവിടെ ആയിരിക്കും ഉള്ളത് അല്ലേ? കുറേ ഐറ്റംസ് നമുക്ക് ഇനിയും കണ്ടുപിടിക്കേണ്ട ഗൈസ്. അല്ല ഇത്തിരി ഉള്ളേ ഉള്ളൂ. മറ്റേ ബോട്ടിക്ക് നമ്മൾ കക്കൂസിൻ്റെ അവിടെ മറ്റേ കബോർഡ് ഉള്ള സ്ഥലത്തല്ലേ ഉണ്ടാവുക, അവിടെ ഉണ്ടാവും ബോട്ടിക്ക്. ആൻഡ് സ്റ്റിയറിംഗ് വീല്, ഗ്യാസിലും സ്പാർക്ക് പ്ലഗ്, പാഡ്ലോക്ക് കിട്ടി. സ്റ്റിയറിംഗ് വീല് നമുക്ക് കിട്ടി ആക്ച്വലി. ഓ എടാ 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 സ്റ്റിയറിംഗ് വീലൂടെ കിടക്കണ്ടേ? അത് ഞാൻ ആക്ച്വലി എടുക്കാൻ മറന്നുപോയതാ. ഇപ്പം ചെന്ന് എടുത്തേക്കാം. എടുക്കട സാധനം എടുക്കട. എനിക്ക് തോന്നുന്നു അമ്മാമ ഇപ്പാപ്പൻ ഇങ്ങോട്ട് ഇപ്പം കയറി വരും. അമ്മാമൻ ഇപ്പാപ്പനോ കേട്ടോ അപ്പാപ്പൻ. എനിക്ക് തെറ്റിപ്പോയണേ. ഇപ്പാപ്പനാണ് ഞാൻ വിളിച്ചത്, അല്ലെങ്കിൽ അപ്പാപ്പനാണ്. എനിക്കറിയില്ല. ഓക്കെ എടാ എനിക്ക് ഒന്ന് ഗ്യാസിന് ഏത് വായിലാണ് ഉണ്ടാവുക? ചേട്ടാ ഗ്യാസിലാണ് ആക്ച്വലി മെയിൻ. ഇതിൽ ആലോചിക്കട്ടെ. എനിക്കൊന്ന് മറ്റേ വാഴയുടെ അടുത്ത് കൊണ്ടിരും. മറ്റേ കൊച്ചിറക്കണില്ലേ അവൻ തന്നെ, മറ്റേ സെൻട്രീൻ്റെ മോൻ. അവൻ മറ്റേ ജെട്ടിയിട്ട് നടക്കണ അവൻ നമുക്ക് പൂശിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ തേടും മച്ചാനേ പൊളി. എൻ്റെ പൊന്നി 2 പേര് പോകണ്ട. എടാ ഞാൻ 2 പേര് പോകുന്നുണ്ട്. കൊള്ളാലും അമ്മാമ പാപ്പനെ ഒരുമിച്ചാണല്ലോ പോണേ. അമ്മാവനെ തീർത്ത ഉറപ്പാണ്. അപ്പാപ്പൻ മാസമായിട്ട് വരും. അതേപോലെ തന്നെ അപ്പാവൻ തിരിച്ചും പോകും അല്ലേ? അതൊക്കെ അങ്ങനെയാണ്. നമ്മുടെ അപ്പാപ്പൻ ഒരു വാഴയായതുകൊണ്ട് അത്രയ്ക്ക് ചെയ്യുന്നില്ല. ഓൾറൈറ്റ് ഞാൻ ഇപ്പം എങ്ങടെ പോണേ? എടാ മറ്റേ പൊട്ടാൻ തീർക്കാണ്ട്. ഈ വാഴയില്ലേടാ, അവൻ തന്നെ നമ്മുടെ സ്വന്തം വാഴ. ഇവിടെ ബോട്ടിങ്ങില്ലേടാ? മേ ബി ഇവിടെ ബോട്ടിങ്. ലെറ്റ്സ് ഗോ. ബുദ്ധി ഉണ്ടാവണം കഴിച്ച് നമുക്ക്. ബുദ്ധി വഴി ഇട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് കൂട്ടുക, മറ്റേ സ്ഥലത്തേക്ക് കൂട്ടുക. ആ സംഭവം മറ്റേ സ്ഥലം എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? അതന്നെ. ഈ വാഴേനെ അങ്ങ് പൂശിക്കുക. ആൻഡ് ഞാൻ ഫ്രഞ്ച് എടുത്ത് അങ്ങോട്ട് ഇട്ടേ. മറന്നുപോയി. ഇതാണ് എൻ്റെ കുഴപ്പം. മറന്നു പോരുത് ഒരിക്കലും. കാരണം ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ഭയങ്കര ആവശ്യമുള്ളതാണ്. ഈ ഗെയിമിൽ എല്ലാവർക്കും പറ്റുന്ന പ്രോബ്ലം മാസ്റ്റർ വരെയും അങ്ങനത്തെ പ്രോബ്ലം പറ്റിയിട്ടുണ്ടായി. എന്താ അറിയുമോ? ഈ ഗെയിമിലുള്ള കുറേ സംഭവങ്ങൾ കണ്ടുപിടിക്കണ്ടാവും. അതെല്ലാം കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും എല്ലാം നമ്മൾ മറന്നു പോകും. അതാണ് ഈ ഗെയിമിൻ്റെ കുഴപ്പം. ഈ ഗെയിം ഭയങ്കര പാടാണ്. അവിടെ ഇപ്പം തന്നെ ആ വാഴകൾ കണ്ടിരുന്ന സ്പൂണായി ഉണ്ടാവും. സ്പൂണായ ഞാനേ അവന്മാരെ തീർക്കും, അത്രേ ഉള്ളൂ അല്ലേ? സാധനം കൊടുക്കും അമ്മച്ചി, സാധനം കൊടുക്കും മച്ചാനെ. സമയം കളയരുത്. ആദ്യം വന്നാൽ ഇപ്പം അവർക്ക് പൊറോട്ടയും ബീഫും കൊടുത്ത് ഞാൻ വിടും. നമ്മുടെ അടുത്ത് തന്നെ എടുത്ത് ഏടെ നടക്കണ പൊട്ട ഫ്രഞ്ച് അന്വേഷിച്ച് നാട് മുഴുവൻ നടക്കണേ. ഫ്രഞ്ചിലടി ഇപ്പം ഇവിടെ ഇരിക്കണേ അല്ലേ? ആൻഡ് ഗ്യാസിലിൻ ആദ്യം മറ്റേ ആ കൊച്ചിറക്കനുള്ള തീർക്കുമ്പോഴേക്കും അവിടെ നമുക്ക് മേ ബി സേഫ് കിട്ടാൻ സാറുണ്ട്. സേഫ് തുറക്കണ സമയത്ത് നമുക്ക് ചിലപ്പോൾ മാത്രം ഗ്യാസിനും കിട്ടും. നമുക്ക് ഫ്രഞ്ച് എടുത്തിട്ടേ അതെ അങ്ങോട്ട് ഇട്ടേക്കാം. ഇനി നമുക്ക് അമ്മാവേനെ അപ്പാവനെ പൂശിയിട്ടേ മറ്റേതേലോ പൂശി കഴിഞ്ഞിട്ട് നമുക്ക് ചെക്കനോട് പോയി അവൻ നമ്മളെ പൂശിയുണ്ട്.
ആ ചെക്കൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഫ്രഞ്ച് എടുത്ത് എനിക്കൊന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ ചെന്ന് ഇപ്പം തള്ളച്ചീൻ്റെ അമ്മാമയും തള്ളച്ചീൻ്റെ അമ്മാമയും തെറ്റിപ്പോയടാ. അമ്മാമയും അപ്പാവനും രണ്ടുപേരും ഇപ്പോൾ വിളിച്ചു വരുത്തുക. അമ്മ സ്പോണായിൻ്റെ അവർ ചിലപ്പോൾ അവരെ വിളിച്ചു വരുത്തണം. അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് അവന്മാരെ പൂശിയിട്ട് ഫ്രഞ്ച് എടുത്ത് പോയി അത് മുറുക്കിയിട്ട് മറ്റാനെ തന്നെ തട്ടണമെങ്കിൽ അല്ല നമ്മൾ തട്ടിയതാ. അപ്പം നേരെ ചെന്നിട്ട് സേഫ്ക്ക് ചിലപ്പോൾ ജീവനോട് ഉണ്ടെങ്കിലാ അതെ ചിലപ്പോൾ ജീവനോട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതുകൊണ്ട് തട്ടണോ വേണ്ട കുടുങ്ങി പോയാലേ പിന്നെ വെപ്പൻ്റെ ആമോ ഇതും ഇതിൻ്റെ ആമോ ഇല്ലേ ഈ സംഭവം ഒരു ശരിയാ ഒരു ഉണ്ട ഓക്കെ ആ ഉണ്ട അങ്ങനെ അവിടെ കുടുങ്ങി തീർന്നു. അതുകൊണ്ടാണ് ഓക്കെ ഞാൻ ഇത്ര വെച്ചുണ്ടാക്കിയിട്ട് ആരും വന്നില്ലല്ലോ. പട്ടി വിലയിട്ടുണ്ട്. ശരി അതെന്ത് കഷ്ടമാണ്. ഇടയ്ക്ക് ഗ്രാൻഡ് വരൂലടാ ആക്ച്വലി. ഗ്രാൻഡ് പറഞ്ഞോടാ ഗ്രാൻഡ് വേസിലേക്ക് എനിക്ക് ഗ്രാൻഡ് പേനെ കള്ളക്കളവന്തി മച്ചാനോടെ സ്പൂണുണ്ടായിരുന്നു നമുക്കറിയില്ലായിരുന്നു. അമുറുക്ക് പാപ്പനെ പൂശി അമുറുക്ക് അപ്പാപ്പാ എങ്ങനെയുണ്ട് അപ്പാപ്പാ? വെടി നമ്മളെ വെടി ഒരു രക്ഷയില്ലാന്ന് എനിക്ക് തോന്നുന്നു. 2 മിനിറ്റ് സമയം അതിനുള്ളിൽ പോയി സാരോണ്ട് ഓടറ എടാ അവൻ അതിനോ അവൻ ഡെഡായിട്ട് തന്നെ എടുക്കുകയാണ്. പക്ഷേ വെറുതെ വെപ്പെടുത്തോണ്ട് വന്നു. എന്ത് ചെയ്യാൻ നൈസ് നമ്മളൊരു വാഴയുടെ പോലെ ആയിപ്പോയി. ഞാൻ അതിന് മണ്ടനടാ അത് എടുത്തോണ്ട് വന്നിരുന്നു. ഇതുകൊണ്ട് മുറുക്കിയിട്ട് അവൻ ഓൾറെഡി ഡെഡായി കിടക്കേ. അപ്പോൾ നമുക്ക് വെപ്പണോണ്ട് അവനെ ഡെഡാക്കേണ്ട ആവശ്യമില്ല. എടാ അവൻ ഡെഡായിട്ടില്ല ആക്ച്വലി. ആ വാഴ അങ്ങനെ ഇങ്ങനെയൊന്നും ഡെഡാവില്ലെന്നേ. ഫ്രഞ്ച് ഇവിടെ കിടക്കട്ടെ. അച്ഛനെ അത് മുറിങ്ങിയുണ്ട്. പൊട്ടനോടെ കിടക്കണ ജെട്ടി കള്ള വാഴയുടെ സേഫ്റ്റി ഉറപ്പായിട്ടും സേഫിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഓയിൽ തന്നെ ഉണ്ടാവും. ഗ്യാസ് ഓയിൽ ഇവിടെ അല്ലേ ഇടാ അത്? പ്ലീസ് ഇവിടെയാണ് എടാ പ്ലീസ് ലെറ്റ്സ് ഗോ. ഫൈനലിയുള്ള സ്കിപ്പ് അതിന് തന്നെ പറയാം ഗൈസ്. കാരണം ഓൾ ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾ ഐറ്റംസ് സ്റ്റിയറിംഗ് വീൽ ആക്ച്വലി ഇങ്ങോട്ട് വന്നില്ലേടാ. അതെ സ്റ്റിയറിംഗ് വീലും വന്നുണ്ട്. എല്ലാം വന്നു ഗൈസ്. വെയ്ക്ക് ഇത് വെച്ചിട്ട് ഇവിടെ തന്നെ ഇട്ട് ഗൈസ്. കാരണം ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്യാനകത്ത് ഒച്ചയിട്ടിട്ട് അമ്മാവ നമ്മളൊന്ന് പിടിച്ചാൽ അങ്ങനെ ഒന്നും പിടിക്കാൻ അനുവദിച്ചില്ല ഞാൻ. സാരോട് വെച്ചു സ്പാർക്കിളഗ് മൈ ഗോഡ് പഡ്ലോക്കി പ്ലീസ് പഡ്ലോക്കി കം ഹിയർ. സാറിന് തുറക്ക്. എനിക്ക് അമ്മാവനെ അപ്പാവനെ ഒന്ന് കാണാൻ ഡേയ്സ് ഒന്നുകൂടി. അതുകൊണ്ട് ഞാൻ അഗെയിൻ മേളിലേക്ക് പോകണം. ഇനി എങ്ങനെ ഞാൻ പൂശിപ്പെടാൻ ഈ വാഴകൾ ഇത്ര സ്പോണായ എന്ത് പരിപാടിയാണ് നോക്കണം. ഇത്ര വാഴകളെല്ലാം സ്പൂണായി. ഒച്ചയായിട്ട് നന്നാക്കി ഞാൻ ഗ്യാസിലേക്ക് ഇട്ടേൻ്റെ പോയിന്റ് നമുക്ക് അവിടെ ചെന്ന് ഒന്നുകൂടി വെച്ചിട്ടുണ്ടാക്കണം ഗൈസ്. ഇപ്പം 2 പേരും ഇങ്ങോട്ട് വരും. അന്നേരം നമ്മൾ നേരെ വെള്ളിലേക്ക് പോയി വെപ്പൺ കീട് അമ്മ എന്തായാലും ഇവിടെ നിൽക്കണേ. വെപ്പൺ കീടുക്ക ഇവിടെ അപ്പാപ്പം വാഴ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇയാൾക്ക് എന്താണ് ഇങ്ങോട്ട് തന്നെ എടി കള്ള വാഴ കാർമൂരെന്തിനാ അങ്ങോട്ട് പോണേ? യെസ് നമ്മുടെ വീഡിയോ ലോങ് ആയിട്ട്
ഓൾറൈറ്റ് ഗൈസ്. അപ്പോൾ അവനങ്ങോട്ട് പോയിട്ട് അമ്മാമേ അമ്മാമേ പ്ലീസ് അമ്മാമേ, എൻ്റെ അമ്മാമയല്ലേ, അമ്മാമ പോകുന്നുണ്ട്. ഇനി അമ്മാമ പാപ്പനെ കണ്ടാലും എനിക്കൊരു വാങ്ങാണ്ടിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങ് എസ്കേപ്പ് ആയല്ലോ. പൊറാട്ടയും ബീഫും വേണ്ട ആർക്കും ഇവിടെ. അമ്മാമേ 2 മിനിറ്റും 30 സെക്കൻഡേക്ക് 2 വാഴകൾ മടിയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. പക്ഷേ ഞാൻ എന്തിനാണ് വട്ടം കറങ്ങി വന്നത്? എന്നാലും ഒരു മാസമായിട്ട് വട്ടം കറങ്ങി വന്നേക്കാം. ട്രാപ്പ് വീഴുന്നത് പ്ലീസ്. ഓക്കെ, അമ്മാമ ഉണ്ടാ ട്രാപ്പ് ചെയ്ത് വീണേ. ഓക്കെ ക്രോബാറല്ല. ഫൈനലി നമ്മൾ എസ്കേപ്പ് ആവാൻ പോണേ. ഫൈനലി ലെറ്റ്സ് ഗോ ഗൈസ്. അമ്മയും ബോട്ടിക്ക് റെഡി 1 2 3 സ്റ്റാർട്ട്. ലെറ്റ്സ് ഗോ. അയ്യോടാ പവന അമ്മാമയും ചമ്മി എടാ ഈ ഗ്യാസിനോടെ ഏറിക്കണം. അത് നീരാളി. ഓ അപ്പം അവന് ഒറ്റപ്പല്ലുണ്ട്. ഒറ്റപ്പല്ലുള്ള ദി എൻഡ്. ഓക്കെ, ഒറ്റപ്പല്ലുള്ള അപ്പാപ്പനെയും കാണിച്ചുകൊണ്ട് അങ്ങനെ കഥ തീർന്നു വയസ്സ്. അടിപൊളി വയസ്സ്. ആഡ് ഇതും കൂടി ഒന്ന് സ്കിപ്പ് അടിച്ചിട്ടേ അങ്ങ് വരാം. എന്തുകൊണ്ട് ഇത് ഫുൾ ആഡാണ് വയസ്സ്. ഇത് ചെയ്യാനാണ്. ഓക്കെ, അമ്മയാട് എൻ്റെ പൊല്ലി കേസ്. സ്കിപ്പടി ആഡിനെ കൊണ്ട് വരാത്ത ശല്യമാണെന്ന് ഞങ്ങൾക്ക് അറിയാലോ. ഓക്കെ അങ്ങനെ വീണ്ടും നമ്മൾ ഹോം സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ടഫാണെന്ന് എനിക്ക് അത്ര തോന്നിയില്ല. എന്നാലും ഇത്തിരി ടഫായിരുന്നു റേസ്. ഓക്കെ, എന്നോട് ബോട്ട് എസ്കേപ്പ് ചെയ്ത് എന്നോട് ഏറ്റവും ലാസ്റ്റത്തെ ഹെലികോപ്റ്റർ എസ്കേപ്പ് റേസ് അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഗ്രാനി 3ലേക്ക് അടക്കേണ്ടായി. ഇത്ര ഇവിടെ നമ്മളെല്ലാം എസ്കേപ്പ് ചെയ്തു. ഗ്രാനി 1 സിവർ എസ്കേപ്പ് ചെയ്ത്, ഗ്രാനി 1 തന്നെ ഡോർ എസ്കേപ്പ് ചെയ്ത്, ഗ്രാനി 1 കറക്റ്റ് ഗ്രാനി 2 വെച്ച് ഗ്രാനി 2 മറ്റേ ഡോർ എസ്കേപ്പിനോട് ചെയ്തായിരുന്നു. ആൻഡ് ഇപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞത് ഗ്രാനി 2 ചാപ്റ്റർ 2 മറ്റേ എസ്കേപ്പാണ്. ഇത് ഇപ്പം ചെയ്തില്ലേടാ ബോട്ട് എസ്കേപ്പ്. ഭയങ്കര മറവിയാണ്. ഇനി നമുക്ക് നാളെ ചെയ്യാനുള്ള മറ്റേ എസ്കേപ്പാണ്, മറ്റേ ഹെലികോപ്റ്റർ എസ്കേപ്പ് ഉണ്ട്. അതും കൂടി ചെയ്താൽ ഞങ്ങൾ ഗ്രാനി 3ലേക്ക് അടക്കുന്നു. എന്തെങ്കിലും ഗെയിം പ്ലേ വേണമെങ്കിൽ ശരിക്കും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഓളൊക്കെ കിട്ടാനാണ് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1K ആയിരുന്നു. അപ്പോൾ എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. ആരും സബ് പോലും ചെയ്യാറുണ്ട് ഗൈസ്. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എന്നോട് വീഡിയോ വെച്ച് അതിൻ്റെ പേര്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരെയും. ബൈ ഗൈസ്.